ഇന്ന് രാവിലെ 2 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ ഈ വീട്ടിൽ ഒരു സ്ഫോടനം നടന്നിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആ സമയം മുതൽ തന്നെ പരിശോധന നടത്തി വരികയാണ്. നമുക്ക് ഒരു പോസ്റ്റ് ബ്ലാസ്റ്റ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ആ പരിശോധനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ്. ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസിൻ്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവരെ കഴിഞ്ഞ 1 വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സയൻറ്റിഫിക് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. നിലവിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇവിടെ നിർമ്മാണം നടന്നതാണോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നടന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രൊസീജിയർ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഏരിയ ഒന്ന് പോസ്റ്റ് ബ്ലാസ്റ്റ് സെനാരിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കുറച്ച് നേരം കൂടെ നമുക്ക് ഇതിൽ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുണ്ട് ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ കൂടുതലായിട്ടും. ഇല്ല, നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗൺ പൗഡർ ആണെങ്കിലും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പം നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. അയാളുടെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അനൂപാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തതായിട്ട് കാണുന്നത്. അയാൾ നിലവിൽ ഈ സംഭവ സ്ഥലത്ത് ഇപ്പം നമ്മൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മറ്റ് അറസ്റ്റും കൂടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയും. അത്തരത്തിൽ അനൂപ് എന്ന് പറയുന്ന ഒരാൾക്ക് മുൻപ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിൻ്റെ കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലേക്കും വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്തൊക്കെ ആൾ വീട് മാറി പോകുന്നതായിരുന്നു. ആളുടെ പേരിലല്ല എക്സാക്ട്ലി വീട് എടുത്തിരിക്കുന്നത്, മറ്റൊരാളുടെ പേരിലൊക്കെയാണ് ഈ വീട് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇവിടെ താമസിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇതിന് ലൈസൻസ് ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലേക്കുള്ള അനുമതിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളല്ല നടന്നിരിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇങ്ങനൊരു സ്ഫോടനം നടക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്നുള്ളതൊക്കെ പോസ്റ്റ് ബ്ലാസ്റ്റ് പ്രൊസീജിയേഴ്സും ഫോറൻസിക് അനാലിസിസും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ആണ്. കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ നമ്മൾക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സ്റ്റേജിൽ ഈ സ്റ്റേജിൽ അതൊരു അനാലിസിസ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു കാര്യം ഇപ്പോഴത്തെ നിലവിൽ പറയാൻ വേണ്ടി കഴിയില്ല. സെർച്ച് ഓപ്പറേഷൻസ് കഴിയട്ടെ. സെർച്ച് ഓപ്പറേഷൻസ് കഴിഞ്ഞ ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. നമ്മൾക്ക് അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സെർച്ച് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് അത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ആളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ വാടകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഈ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞിരിക്കുന്ന സെർച്ച് ഓപ്പറേഷൻസ് കഴിയട്ടെ. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ACPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ACP ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് മാത്രം പ്രതിയാണ്. മുൻപ് അതോ വേറെ കേസുകളുണ്ടോ? എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് കേസുകളാണ് കൂടുതലായിട്ടും. ഏത് കേസുകൾ? നമുക്ക് കൂടുതലായിട്ടുള്ള കേസിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കൈമാറാം.